ഇന്നത്തെ വീഡിയോ അടുക്കളയിലെ ജോലിഭാരങ്ങൾ വീട്ടമ്മമാർക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഈ ടിപ്സ് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഓരോന്നും കണ്ടതിന് ശേഷം നിങ്ങളിതുപോലെ ചെയ്താൽ മതി. ഇത്ര നാളും ഇതറിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമം വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്സ് നോക്കാം എന്താണെന്ന്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത്. അതും ചപ്പാത്തി ആയാൽ പറയുകയും വേണ്ട, പരത്താൻ തന്നെ സമയമെടുക്കും. എന്നാൽ ഇതിനൊരു സൂത്രപ്പണിയുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എത്രയാണോ ചപ്പാത്തി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നു. മാവ് കുഴച്ചെടുത്തിട്ട് അത് ഒന്നിച്ച് തന്നെ നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒന്നിച്ച് നമ്മൾ പരത്തിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ദാ ഞാൻ കാണിക്കാം. ഇതുപോലെ നമ്മൾ ഒരുമിച്ച് സ്പേസ് എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ, കാരണം സ്റ്റൗവും എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ പരത്തുന്നത്. ഒരുമിച്ചാണ് ഒന്നിച്ച് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ നല്ല നീട്ടി നമ്മൾ പരത്തിയെടുക്കാം. എത്ര ഒരു ടൈമിൽ തന്നെ നമുക്ക് എത്ര ചപ്പാത്തി വേണം അതിനനുസരിച്ച് നമ്മൾ മാവ് പരത്തി കൊടുക്കുക. കനം കുറച്ച് വേണ്ടവർക്ക് കനം കുറച്ച്, ഷേപ്പ് എങ്ങനെയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഈ ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്, 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ദാ നോക്കൂ, ഇനി ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു ചോറ്റുപാത്രമാണ് കേട്ടോ, നല്ല ഷാർപ്പായ ഒരു ചോറ്റുപാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നല്ല അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതാ കണ്ടില്ലേ, ഈസി ആയിട്ട്. ഇതാ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അപ്പോഴാണ് ഓർത്തത് നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ദാ ഞാൻ ഈ ഒരു ഇതിൽ തന്നെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് സ്പേസ് കൂടുതലുണ്ടെങ്കിൽ മാവ് നല്ല ഒരുപാട് പരത്തി വെച്ചിട്ട് റൗണ്ട് ഷേപ്പുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ എടുത്താൽ മതി. ഈസി അല്ലേ. അത് ബാക്കി വരുന്ന മാവ് വീണ്ടും ഒന്നും കൂടെ കുഴച്ചിട്ട് ഇതുപോലെ വീണ്ടും നമ്മൾ പരത്തി കുറച്ചും കൂടി വട്ടത്തിലുള്ള എന്ന് വെച്ചാൽ കൂടുതൽ വട്ടമുള്ള ചപ്പാത്തി വേണമെങ്കിൽ, വലിപ്പത്തിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് രാവിലത്തെ പണി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഉരുള വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിലും ഭേദം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പറയുന്ന മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തികൾ പരത്തിയെടുക്കാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ നല്ലൊരു ടിപ്സ് അല്ലേ, എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ ഈസി ആയിട്ട് കളയാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റായിട്ട് അടർത്തിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാണെങ്കിലും നമുക്ക് വെക്കാം, ചൂടുവെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സമയമാവുന്നേ ഉള്ളൂ, പക്ഷേ ചൂടുവെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലി ഇളകി കിട്ടും കേട്ടോ. ഇനി ഈ വെളുത്തുള്ളി ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വെളുത്തുള്ളി വേണോ അത്രയും നിങ്ങൾ എടുത്തോളൂ. അതിനുശേഷം ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് നമ്മളൊരു നൈറ്റ് ഫുള്ള് നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് തലേദിവസം നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ്. രാവിലെ ആയപ്പോൾ നമ്മൾ മൂടി തുറന്നെടുത്ത് നോക്കി. അപ്പോൾ തൊലിയൊക്കെ ഇളകിയിരിക്കുന്നുണ്ട്, തന്നെ ഇങ്ങനെ ഇളകിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് വെറുതെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. ഇത്രയും നാൾ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടു. വീട്ടിലുള്ള മക്കളോടായാലും ആരോടായാലും ഒരു 2 വെളുത്തുള്ളിയുടെ തൊലി ഒന്ന് പൊളിച്ച് തരുമോ എന്ന് ചോദിക്കാത്ത ഒരു വീട്ടമ്മമാരും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ആരോടും കാൽ പിടിക്കുക കൈ പിടിക്കുക ഒന്നും ചെയ്യേണ്ട, നമുക്ക് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ഈ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുമ്പോൾ കൈയൊക്കെ നീറും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അച്ചാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ടിപ്സായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇപ്പോൾ ദാ നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഞാനിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉരച്ചെടുത്തു. അതിന് ശേഷം തൊലിയെല്ലാം മാറ്റി സെപ്പറേറ്റായിട്ട് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി കളയാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഏറ്റവും പ്രയാസമുള്ളതാണ് ഉള്ളി തൊലി കളയുക എന്നുള്ളത്. അതും വളരെ ഈസി ആയിട്ട്
5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഉള്ളിയുടെ തൊലി നിഷ്പ്രയാസം, വെളുത്തുള്ളി പോലെയല്ല, അതിലും ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാൻ പറ്റുന്നതാണ് ഉള്ളി എന്ന് പറയുന്നത്. ഉള്ളി നമുക്ക് എങ്ങനെയാണ് തൊലി കളയുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇത് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടു. ഇത് 1 മണിക്കൂറാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടുവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ, അത് വെന്ത് പോവും. പച്ചവെള്ളത്തിൽ തന്നെ നമ്മൾ ഒഴിച്ച് ഒരു 1/2 മണിക്കൂർ മാത്രം ഇട്ടാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറാണെങ്കിലും ഇട്ടാൽ അത്രയും ഈസി ആയിട്ട് കിട്ടും. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, 1/2 മണിക്കൂർ മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടി നല്ല ഉരച്ച് എടുത്താൽ ഉള്ളി നല്ല എന്താ പറയുക, അതിനെന്താ നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ടത് തൊലി ഇങ്ങനെ ഇളകിപ്പോരും. അത്രയും പാടേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിനൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാ എല്ലാവരും ഇനി ഉള്ളി തൊലി കളയാനായിട്ട് വിഷമിക്കുകയേ വേണ്ട. എത്ര തൊലി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കളയാം. ഇനി ആരും കരയേണ്ട ആവശ്യമില്ല. ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇനി ആരും കരയേണ്ട ആവശ്യമില്ല കേട്ടോ. ആരെയും ആശ്രയിക്കുകയും വേണ്ട. നമുക്കിതൊക്കെ തന്നെ 5 മിനിറ്റ് കൊണ്ട് തൊലി കളഞ്ഞെടുക്കാം. മാത്രമല്ല ഇതുപോലെ തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 അറ്റവും നമ്മൾ അത് മുറിച്ച് കളയുകയൊന്നും വേണ്ട. മുറിച്ച് കളയാതെ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലോ ഒരു ഡബ്ബയിലോ നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ മാസം ഉള്ളി തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഉള്ളിയും തൊലിയും കളയാൻ പഠിച്ചു, ചെറിയ ഉള്ളിയുടെയും തൊലി കളയാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. ഇനി നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട, നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടിപ്സ് നമ്മുടെ കാന്താരിമുളകാണ്. കാന്താരിമുളകോ പച്ചമുളകോ എന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒന്ന് തോർന്നതിന് ശേഷം, ഒരുപാട് വെള്ളമൊന്നും തോരണ്ട, എന്നാലും വെള്ളം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കവറിലാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുളക് പഴുത്ത് പോകാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി അടുത്തത് കാന്താരിമുളക് പഴുത്തത് കിട്ടില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ കാന്താരിമുളകൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ പഴുത്ത് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ ആയി പോകും. അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇതുപോലെ കവറിലാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരുപാട് കാലം, 1 അല്ല 2 അല്ല 3 അല്ല എത്ര വർഷം വേണേലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മുളക് പെട്ടെന്നൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ കാന്താരി മുളകൊക്കെ എടുത്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലുള്ള ടിപ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.